ഞങ്ങളുടെ ശാന്തി പോയി അന്നോട്ട് ഞങ്ങളുടെ അനന്തരവളാരെന്നറിയാതെ ശാന്തി തിരിച്ചു വരുമെന്നറിയാതെ ഇത്രയും കാലം കാത്തിരുന്നു. മാളവിക അനന്തരവളാണെന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയോ സ്വപ്നം കണ്ടു. പിന്നെ ഇത് ചതിയെന്നറിഞ്ഞപ്പോ, നീയാന്ന് പറഞ്ഞപ്പോ നിന്നെ കുറിച്ച് ഞങ്ങൾ എന്തൊക്കെ സ്വപ്നം കണ്ട്. നീയും ഞങ്ങളെ ചതിക്കുമായിരുന്നു. ചതിയാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ ചതിച്ചതെന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യം അമ്മേ? ആ മാളവികയ്ക്ക് കൊടുത്ത ശിക്ഷ തന്നെയല്ലേ കൊട്ടാരത്തിൽ നിന്ന് ജാനകിക്കും കിട്ടേണ്ടത്? ഒന്നും മിണ്ടാതിരിക്കും ഊർമിളെ. മാളവിക എന്റെ അനന്തരവളായി വന്നപ്പോ അതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ചന്ദ്രികയുടെ പകയുണ്ടായിരുന്നു. പക്ഷേ നീ അങ്ങനെയല്ലെന്നറിയാം. നിന്നിൽ സ്നേഹവും ബഹുമാനവും അനുകമ്പയല്ലാതെ തെറ്റോ സ്വാർത്ഥതയോ ഞാൻ കണ്ടിട്ടേയില്ല. ആസ്തി എഴുതി തന്നപ്പോഴും അത് വേണ്ടെന്ന് പറഞ്ഞ് തിരികെ തന്നവളാ. ഏതോ ഒരു ബന്ധത്തിന്റെ പേരിൽ നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വിഷമം ഞാൻ കണ്ടിട്ടുള്ളതാ. ആഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളോ നിനക്കില്ല. ഞാനും വിശ്വസിച്ച അങ്ങനെയൊക്കെ തന്നെ. എന്റെ കൊച്ചുമോളായി അംഗീകരിച്ചിട്ട് ഇപ്പൊ അതല്ലെന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നീ പറ മോളെ, എന്റെ മോള് ജീവനോടുണ്ടെന്ന് ഇപ്പോഴാ അറിഞ്ഞ്. ആ സമയത്ത് തന്നെ നീ പറഞ്ഞത് മുഴുവൻ കളവാന്നറിയുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. എന്നോടെങ്കിലും സത്യം പറ, നീ എന്റെ കൊച്ചുമോളല്ലേ? അല്ലമ്മേ, അവളുടെ നാവീത തന്നെ അത് വീണത്. പിടിക്കപ്പെട്ടതുകൊണ്ട് അവൾക്കൊന്നും പറയാൻ പറ്റാത്ത. സത്യം പറ, നീയും ഞങ്ങളുടെ അനന്തരവളല്ലല്ലോ? അത് പറയുന്നുണ്ടോ? ഞാൻ ആരുമല്ല അമ്മേ. ആരുമല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ അമ്മയെന്ന ബന്ധം കൂട്ടി വിളിക്കുന്നു? ഞാനിവിടുത്തെ അനന്തരവളല്ലെങ്കിലും ദേവേട്ടന്റെ അമ്മ എന്റെ അമ്മ.
ഈ പറഞ്ഞത് ആർക്കും നിരസിക്കാനാവില്ല. ഇതെന്തെന്നാ പിടിക്കപ്പെട്ടപ്പോ പുതിയൊരു കഥ മെനയ? ഇനി ഇവിടെ നിന്റെ കഥ കേൾക്കാൻ ആരും തയ്യാറല്ല. ആരാ നീ എന്ന് പറ. അനന്തരവളാണെന്ന് എന്തിനാണ് നീ നോണ പറഞ്ഞത്? പറ ജാനകി, എന്തുദ്ദേശത്തോടെ ഈ വീട്ടിലേക്ക് വന്നത്? സ്വത്താണെങ്കിൽ അതൊട്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ജീവന വേണ്ടേ? എന്താ നിന്റെ ഉദ്ദേശം? ആ മാളവികയുടെ പുറകിലുള്ള ചന്ദ്രിക പോലെ നിന്റെ പിന്നിലുണ്ട് ദുരുദ്ദേശം. പിന്നെ ഇല്ലേ അമ്മേ, അന്ന് വന്ന മുത്തശ്ശി. കല്യാണത്തിന്റെ അന്ന് മുത്തശ്ശി വന്നിട്ടല്ലേ കഥ മുഴുവൻ തകിടം മറിച്ചത്. ഇവളാണ് അനന്തരവളെന്ന് പറഞ്ഞത്. ആരായിരുന്നു അവള്? എന്തിനവൾ അങ്ങനെ പറഞ്ഞു? എന്തിനു പറഞ്ഞു എന്നാ ചോദിച്ചത്? അത് ഞാനായിരുന്നു. എല്ലാം കഴിഞ്ഞു. നമ്മുടെ സകല പദ്ധതികളും പൊളിഞ്ഞ് പാളീസായി. എന്തു പറ്റി ചന്ദ്രികെ? ആ മാഗിയുടെ അനിയത്തി മാധുരിയെ പിടിച്ചുവെച്ച വൈദേഹിയെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാന്നാ കരുതിയെ. ഇടയ്ക്കാരോ അവളുടെ ബോയ്ഫ്രണ്ട് കയറി വന്ന് ആ മാധുരിയെ നമ്മളുടെ അടുത്തുനിന്ന് കൊണ്ടുപോയി. വൈദേഹിയെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ എന്റെ ഏക തുറുപ്പുചിട്ടായിരുന്നു. ഇനിയിപ്പൊ മാഗി ചെന്ന് ദശരഥ രാമവർമ്മയോട് വൈദേഹിയാണ് അവന്റെ അനന്തരവളെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓ, അത്രേ ഉള്ളോ? ഇതോർത്താണ് നീ ഇതുപോലെ ടെൻഷൻ അടിക്കുന്നത്? അത്രേ ഉള്ളോന്നോ? നിങ്ങക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വൈദേഹിയെ എനിക്ക് എന്റെ കസ്റ്റഡിയിൽ കിട്ടിയിരുന്നെങ്കിൽ കൊട്ടാരം വീട്ടുകാരോടുള്ള എന്റെ പ്രതികാരവും തീർക്കായിരുന്നു. ദശരഥ രാമവർമ്മയുടെ കസ്റ്റഡിയിൽ നിന്ന് എന്റെ മോളെ മോചിപ്പിക്കായിരുന്നു. പക്ഷെ ഇനി അവളെ എവിടെ തേടും? അവൾ ഇപ്പൊ എവിടെയാ എന്താന്ന് പോലും അറിയില്ല. എനിക്കറിയാം ചന്ദ്രിയെ. അറിയാന്നോ? അവളിപ്പോ എവിടെയാ? മന്ദരേ,
ഇവരാരാ മന്ത്രി സാറേ? വൈദേഹി ചെറുപ്പത്തിലെടുത്തു വളർത്തിയില്ലേ ജനകരാമവർമ്മ, അയാളുടെ അമ്മയാ. ഇവർക്ക് വൈദേഹിയെ കുറിച്ച് അറിയാന്നാ പറഞ്ഞ. എന്നാ പറയ്, വൈദേഹി ഇപ്പൊ എവിടെയുണ്ട്? എത്ര അരിച്ചു പറക്കേട്ടും അവൾ എവിടെയാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മുഖം മൂടി അണിഞ്ഞു നടക്കുന്നവരെ എങ്ങനെ പിടികിട്ടാനാ? ഇത്രയും നാളും കണ്ണെതിരിലുണ്ടായിരുന്നിട്ട് ഞങ്ങൾക്ക് പോലും അവളെ പിടികിട്ടിയില്ല. അവൾ എവിടെയെന്ന് പറ. കൊട്ടാരം വീട്ടിൽ തന്നെ ഉണ്ട്. അവിടെ എല്ലാവരും ജാനകിയെ കൊട്ടാരം വീട്ടിലെ വർമ്മയുടെ അനന്തരവളാണെന്നാ ധരിച്ചേക്കുന്നേ. സത്യാവസ്ഥ ആർക്കും അറിയില്ല. അവള് ജാനകിയൊന്നുമല്ല, വൈദേഹിയാ. എന്ത്? ജാനകി വൈദേഹിയാണെന്നോ? അവള് തന്നെയാ. ശരിയാണ്, അന്നാ മുത്തശ്ശിയുടെ വേഷത്തിൽ വന്നത് ഞാൻ തന്നെയാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. മോളെ ജാനകി, സുഖായിരിക്കുന്നോ? എന്താ ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന്? മാഗി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒന്നും വേണ്ട. വീട് ജാനകി, എനിക്ക് സംസാരിക്കണം. മാഗി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വന്ന് മുറി പോയി സംസാരിക്കാം. ജാനകി, എന്റെ കയ്യെന്ന് വിട്. ഇതുവരെ നിനക്കുണ്ടായ അപമാനങ്ങളൊക്കെ മതി. ഇനി എല്ലാവരും സത്യം മനസ്സിലാക്കട്ടെ. സത്യോ? ഏത് സത്യം? അന്ന് കളിച്ച നാടകം കവർ ചെയ്യാൻ വേണ്ടിട്ടുള്ള വേറൊരു നാടകമാണോ? ഏയ്, മാഗി, വെറുതെ ആവേശം കാണിക്കല്ലേ. വന്നേ, നമുക്ക് മുറി പോയിരുന്ന് സംസാരിക്കാം. അമ്മേ, അച്ഛ, ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കണ്ട. ഞാൻ ഇവിടുത്തെ ആരും അല്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ തന്നെ ഇവക്ക് എന്തറിയാനാ? മാഗി ഒന്ന് വരുന്നുണ്ടോ? ജാനകി, എന്റെ കയ്യിൽ നിന്ന് വാ മാഗി. ജാനകി, എന്നെ വിടാ. ഇങ്ങോട്ട് വാ. ജാനകി, വിടാ. വാ. ഇവര് പറയുന്നതൊന്നും സത്യമല്ലമ്മേ. അതുകൊണ്ടല്ലേ ആ ജാനകി അവളെയും വലിച്ചോണ്ട് പോയത്. മാഗി, പ്ലീസ്, ഞാൻ കയ്യിന്ന് വിട്. കേക്ക് മാഗി. വൈദേഹി, വൈദേഹി, ഞാൻ പറയുന്നത് കേക്ക്. ഇന്നെല്ലാരും സത്യം അറിയുന്നതാ നല്ലത്. എന്നെ തടയണ്ട. മാഗി, വീട് പറയുന്നതൊന്ന് കേക്ക് മാഗി. മാഗി, 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 വാതിൽ തുറക്ക്. മാഗി, എല്ലാം അറിഞ്ഞോണ്ട് അവസാനം ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ? ഈ ഒരു സത്യത്തിലാ എന്റെ ജീവിതം നിലനിൽക്കുന്നത്. ഞാൻ മാഗിയുടെ കാല് പിടിക്കാം. പ്ലീസ്, ഒന്നും പറയരുത്. സത്യം പറയാണ്ടിരുന്ന ഇതോടെ നിന്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാവും. കുറച്ചു നേരം നീ അവിടെ നിൽക്ക് പ്ലീസ്. പിന്നെ എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും മാഗി. പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. കഥക്ക് തുറക്കും മാഗി. ഈ രാജാക്കന്മാർക്ക് മനുഷ്യത്വം ഇല്ലേ? കുറച്ചു നേരം മുമ്പ് വരെ നിങ്ങളുടെ കാഴ്ചപ്പാടില് ജാനകി നല്ലവളായിരുന്നു. സ്നേഹം കൊണ്ട് അവളെ ശ്വാസം മുട്ടിച്ചു. അതൊക്കെ എങ്ങനെ ഇപ്പൊ ഇല്ലാണ്ടായത്? ഇപ്പതേ ചെറിയൊരു സംശയം തോന്നിയ ഉടനെ നിങ്ങളുടെ എല്ലാം മനസ്സ് മാറിപ്പോയല്ലേ? അവള് മോശക്കാരിയായി മാറി.
എന്താ പറഞ്ഞ് നിങ്ങളെയൊക്കെ കൊല്ലാൻ വന്നവളാണെന്നോ? അങ്ങനെയല്ലേ ആന്റി പറഞ്ഞത്? സ്വാർത്ഥത അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ കയറി വന്ന് അഭിനയിക്കണം? അത് ചതിയല്ലണ്ട് എന്താ? ഇതാണോ സ്വാർത്ഥത? സ്വാർത്ഥതയോടെ അവൾ എന്താ ഇവിടുന്ന് നേടിയത്? മോറപ്പെണ്ണാണെന്നും പറഞ്ഞ് മാളവിക ഇവിടെ കേറി വന്നപ്പോ അവള് കാരണം ജാനകിയുടെ ജീവൻ അപകടമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും മാളവികയും ദേവനും തമ്മിലുള്ള കല്യാണം നിർത്താൻ വേണ്ടി അവളെ അനന്തരവളായിട്ട് അഭിനയിച്ചതാണോ തെറ്റ്? ദശരഥ രാമവർമ്മേ, ഈ പെണ്ണാരാന്ന് നിനക്കറിയോ? നിന്റെ അനുജത്തി ശാന്താദേവിയുടെ മോളാ, നിന്റെ സ്വന്തം അനന്തരവള്. അതുമാത്രമല്ല, ജീവൻ മരണ പോരാട്ടത്തിലായിരുന്ന ദേവന് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചില്ലേ? അപ്പോഴാണ് അവള് സ്വാർത്ഥത കാണിച്ചത്. ചെറിയൊരു പന്തികേട് തോന്നിയ ഉടനെ മനുഷ്യർ ഇങ്ങനെ മാറാറുണ്ടോ? പഴയതൊക്കെ അങ്ങ് മറന്നുകൊണ്ട് എന്ത് വിളിച്ചു പറയാന്നാ? മാഗി, മാഗി പ്ലീസ് മാഗി, വാതിൽ തുറക്ക് മാഗി. ഞങ്ങൾ ആരെയും സംശയിച്ചിട്ടില്ല. അവള് തന്നെയാ അനന്തരവളല്ലാന്ന് വിളിച്ചു പറഞ്ഞത്. എന്നാലും ഇന്നത്തെ കാലത്ത് വാക്കുകൊണ്ട് പോലും ആരും സഹായിക്കില്ല. അങ്ങനെയുള്ളപ്പോ യാതൊരു സ്വാർത്ഥതയില്ലാതെ ഈ കുടുംബത്തിനു വേണ്ടി ജാനകി എന്തിന് ഇത്രയും വലിയ ത്യാഗം ചെയ്യണം? ഇനിയിപ്പോ മാളവികയുടെയും ദേവന്റെയും കല്യാണം നടന്നാ അതുകൊണ്ട് ജാനകിക്ക് എന്താ നഷ്ടം? ഏറ്റവും വലിയ നഷ്ടം ഈ ജാനകിക്ക് തന്നെയാ. കാരണം ഈ ജാനകി തന്നെയാണ് വൈദേഹി. മാഗി, ഒന്നും തുറന്ന് പറയല്ല മാഗി. സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കുന്നത് നോക്കി നിൽക്കാൻ കെൽപ്പില്ലാതെയാ. കല്യാണം മുടക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ അവസാന നിമിഷം അവൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. മാഗി, എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ മാഗി. അനാഥയാണെന്നുള്ള പഴി കേൾക്കാതിരിക്കാനാ ഇത്രയും കാലവും ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മറച്ചു വെച്ചത്. ഇന്ന് മാഗി എന്നെ വീണ്ടും പഴയ അവസ്ഥ കൊണ്ട് എത്തിച്ചില്ലേ മാഗി? ഹലോ, ഇത് ഞാനാ, ചന്ദ്രികയാ സംസാരിക്കുന്നത്. എന്ത് വേണം പറയ്, എന്താ വേണ്ടെന്ന് പറയ്. കൊല്ലാൻ പോവാണെന്ന് ഭീഷണിപ്പെടുത്താനായിരിക്കും ഇപ്പൊ വിളിച്ചതല്ലേ? എന്നെ കൊന്നുകളയെ. ഇനി ജീവിച്ചിരിക്കാൻ എന്റെ മുന്നിൽ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. എന്നെ അങ്ങ് കൊന്നേക്ക്. ആദ്യം ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്, എന്നിട്ട് കാണിക്ക ആവേശം. വൈദേഹി, വൈദേഹിയോ? ജാനകിയായിട്ട് അഭിനയിച്ച് നിനക്ക് കൊതി തീർന്നില്ലേ? നീയാണ് വൈദേഹി എന്നുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു.
അന്ന് നിന്നെ കൊല്ലാൻ കാറോടെ ആ കൊക്കയിലേക്ക് തള്ളിയിട്ടപ്പോ അതോടെ നിന്റെ കഥ കഴിഞ്ഞു എന്നാ ഞങ്ങള് കരുതിയേ. കോലം മാറ്റി തിരിച്ചെത്തി കൊട്ടാരം വീട്ടിൽ നുഴഞ്ഞു കയറിയത് ഞാൻ അറിഞ്ഞു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലോ, വളരെ നന്നായി. ഇനി നിനക്ക് എന്താ വേണ്ടെന്ന് പറ.